മൂന്നാർ മാട്ടുപ്പെട്ടി ടൗണിൽ ഇറങ്ങി കാട്ടാനയായ പടയപ്പ. കഴിഞ്ഞ രാത്രിയിലാണ് പടയപ്പ ടൗണിൽ ഇറങ്ങിയത്. ആളുകൾ ബഹളം വെച്ചതോടെ ആന കാട് കയറുകയായിരുന്നു. പ്രിൻസ് ജെയിംസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രിൻസ്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആളുകളെ പേടിപ്പിച്ചുകൊണ്ട് പടയപ്പയുടെ പരാക്രമങ്ങൾ അല്ലേ? അയ്യ, തീർച്ചയായും ഇപ്പോൾ സ്ഥിരമായി പടയപ്പയുടെ സാന്നിധ്യം ജനവാസ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് മൂന്നാർ മറയൂർ മേഖലകളിൽ പതിവായി ആന എത്തുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂന്നാറിലെ കൽപ്പെട്ട് ഭാഗത്തും മറയൂരിലെ പളനാട് ഭാഗത്തും ആന ഇറങ്ങിയിരുന്നു. പളനാട്ടിൽ വീടുകൾക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ രാത്രിയിൽ മാട്ടുപ്പെട്ടിയിലെ ടൗണിലേക്ക് ആന ഇറക്കിയ സാഹചര്യം ഉണ്ടായി. എന്നാൽ ആളുകൾ ബഹളം വെച്ചതോടെ ആന ഈ ടൗണിൽ നിന്ന് പിൻവാങ്ങിയായിരുന്നു. ആശംസകളൊന്നും നടത്തുകയോ ആക്രമിച്ചു മുറിയുകയോ ചെയ്തില്ല. എന്നാൽ കുറച്ച് നാളുകളായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആന കാർഷിക നേരെയും വീടുകൾക്ക് നേരെയും ആക്രമണം നടത്തുന്നുണ്ട്. അത് വലിയ തോതിലുള്ള ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പതിവായി ജനവാസ മേഖലയിലേക്ക് ആന എത്തിയിട്ടും ആനയെ സ്ഥിരമായി കാട്ടിലേക്ക് തുറക്കുന്നതിനോ സ്ഥിരമായി നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നതിനോ വരുമ്പോൾ തയ്യാറാകുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ ആക്ഷേപം. തീർച്ചയായും പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. മൂന്നാർ മാട്ടുപ്പെട്ടി ടൗണിലാണ് കാട്ടാനയായ പടയപ്പ പരാക്രമം കാട്ടിയത്.